വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എയർ പ്യൂരിഫൈയിങ് പ്ലാന്റ് ആണ് സ്പാത്തിഫിലം അല്ലെങ്കിൽ നമ്മുടെ പീസ് ലില്ലി. എൻ്റെ ഈ പീസ് ലില്ലിയിൽ ഫ്ലവേഴ്സ് ഒന്നും ഇല്ലായിരുന്നു കുറച്ച് നാളുകളായിട്ട്. ഞാനിതൊരു 2-3 മാസമായിട്ട് ഇൻഡോറിൽ തന്നെയാണ് വെച്ചിരുന്നത്. എന്നാൽ ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന പോർഷൻ തന്നെ ആയിരുന്നു. പക്ഷേ ഫ്ലവേഴ്സ് ഒന്നും വരാത്തത് കൊണ്ട് ഞാൻ ഇതിനൊരു സ്പെഷ്യൽ കെയർ കൊടുക്കാമെന്ന് വിചാരിച്ചു. ഏതൊരു പ്ലാന്റും ഇതുപോലെയാണ്, ഫ്ലവേഴ്സ് വരുന്നില്ല അല്ലെങ്കിൽ ചെടിയുടെ ഇലകൾക്ക് പ്രോബ്ലം വരുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളൊരു സ്പെഷ്യൽ കെയർ നമ്മുടെ പ്ലാന്റിന് കൊടുക്കണം. അതൊരു ഓവർ കെയർ ആവരുത്. അങ്ങനെ കെയർ കൊടുക്കുന്ന ഭാഗമായിട്ട് എൻ്റെ ഈ പ്ലാന്റിനെ ഞാൻ ഔട്ട്ഡോറിലേക്ക് മാറ്റി. ഔട്ട്ഡോറിലൊരു ബാൽക്കണി പോർഷനിലേക്ക് വെച്ചു. രാവിലത്തെ ഇളം വെയിൽ ചെടിക്ക് കിട്ടിത്തുടങ്ങി. അതിനുശേഷം ചെടിയിൽ ഫ്ലവേഴ്സ് വന്നു. സോ ഫ്ലവറിങ് ഉണ്ടാവണമെങ്കിൽ നമ്മുടെ ചെടിക്ക് അത്യാവശ്യം വേണ്ടത് സൺലൈറ്റ് ആണ്. അപ്പോൾ നമ്മൾ രാവിലത്തെ 9:30 മുൻപുള്ള വെയിലോ അല്ലെങ്കിൽ 10 മണിക്ക് മുൻപുള്ള വെയിലോ കിട്ടുന്ന ഒരു പോർഷനിലേക്ക് ചെടിയെ മാറ്റുക. ലോ ലൈറ്റിലാണ് നമ്മുടെ ചെടി ഇരിക്കുന്നെങ്കിൽ പോലും പ്ലാന്റ് വളരെ ഹെൽത്തി ആയിരിക്കും. പക്ഷേ ഫ്ലവേഴ്സ് വളരെ കുറച്ച് മാത്രമേ അതിലുണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ ചെടി കണ്ടാൽ ഒരു ഇലച്ചെടി പോലെ ഫീൽ ചെയ്യത്തേ ഉള്ളൂ. കാരണം ഇലകളുടെ ഭംഗി മാത്രമേ നമുക്ക് അതിൽ കാണാൻ പറ്റത്തുള്ളൂ. സ്പാറ്റ് ഫ്ലവർ എന്നും വൈറ്റ് സെയിൽസ് എന്നും കൂടെ ഈ പ്ലാന്റിനെ വിളിക്കാറുണ്ട്. പിന്നെ എക്സലൻ്റ് ആയിട്ടുള്ളൊരു എവർഗ്രീൻ പെരിനിയൽ പ്ലാന്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മോർ ദാൻ 2 ഇയേഴ്സോളം നമ്മുടെ ചെടിക്ക് ആയുസ് ഉണ്ട്. ഒരു ആവറേജ് 5 വർഷത്തോളം ഒരു പ്ലാന്റ് ഹെൽത്തി ആയിട്ട് തന്നെ വളരും. പിന്നെ അതിനുശേഷം നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാവുന്നതാണ് വളരെ എളുപ്പത്തിൽ തന്നെ. പീസ് ലില്ലിയുടെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് പീസ് ലില്ലി ഡോമിനോയാണ്. ഇതിൻ്റെ ഇലകൾ കണ്ടാൽ നല്ല ഭംഗിയല്ലേ? ആരോ വൈറ്റ് കളറ് ഈ ഇലകളിൽ സ്പ്ലാഷ് ചെയ്ത പോലെ നമുക്ക് തോന്നാറുണ്ടല്ലേ? വേരിഗേറ്റഡ് ആയിട്ടുള്ള ഈ പീസ് ലില്ലിയെ വലിയ ഹൈറ്റിൽ വളരുന്നതല്ല. പിന്നെ എൻ്റെ കയ്യിലുള്ള മറ്റൊരു വെറൈറ്റിയാണ് പീസ് ലില്ലിയുടെ തന്നെ ബിഗർ കസിൻ എന്നറിയപ്പെടുന്ന പീസ് ലില്ലി സെൻസേഷൻ. ഇതിൻ്റെ ഇലകൾ നല്ല വീതിയുള്ളതും അതുപോലെ നല്ല ഹൈറ്റിലുമാണ് നമ്മുടെ ഈ പീസ് ലില്ലി വളരുന്നത്. നമ്മൾ എപ്പോഴും ഈ ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിന് മുൻപായിട്ട് ജസ്റ്റ് ഫിംഗർ ടിപ്പ് വെച്ചൊന്ന് ടച്ച് ചെയ്ത് നോക്കുക മണ്ണ് നനഞ്ഞിരിക്കുന്നുണ്ടോ എന്ന്. സോ മണ്ണൊന്നും വിരൽത്തുമ്പി പറ്റി പിടിക്കാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ചെടിക്ക് വാട്ടറിങ് ചെയ്യേണ്ട കറക്റ്റ് ടൈമാണ്. ചെടിക്ക് ആവശ്യത്തിനുള്ള വെള്ളം എടുത്തതിന് ശേഷം ബാക്കി വരുന്ന വെള്ളം ഡ്രെയിനേജ് ഹോൾസ് വഴി വരുന്നുണ്ടോ എന്നുകൂടെ ഉറപ്പുവരുത്തുക. ഈ ഡ്രെയിലുള്ള വെള്ളം എടുത്തു കളയുക. ഇതിൽ തന്നെ നമ്മുടെ ചെടി കുറച്ചുനാൾ ഇരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ചെടി നശിച്ചു പോകും. നമ്മുടെ ചെടി ഇതുപോലെ വീണ് കിടക്കുന്നത് കണ്ടാൽ നിങ്ങളാരും വിഷമിക്കരുത്. ചിലപ്പോഴൊക്കെ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. നമ്മൾ വെള്ളം ഒഴിക്കാനായിട്ട് മറന്നു പോകുമ്പോഴോ അല്ലെങ്കിൽ ഉച്ചയ്ക്കുള്ള വെയിൽ കൊള്ളുമ്പോഴോ നമ്മുടെ ചെടിയുടെ ഇലകൾ ഇതുപോലെ വീണ് കിടക്കും. ഇങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നമ്മുടെ ചെടിയെ പഴയ രീതിയിലേക്ക് തിരിച്ചു വരികയും ചെയ്യും. കാര്യമായിട്ട് ഫെർട്ടിലൈസേഴ്സ് ഒന്നും ആവശ്യമുള്ള കൂട്ടത്തിലല്ല നമ്മുടെ ഈ പീസ് ലില്ലി. ഫെർട്ടിലൈസർ ഇടുന്നതിന് മുൻപായിട്ട് തന്നെ നമ്മുടെ ചെടിച്ചട്ടിക്ക് ചുറ്റുമുള്ള മണ്ണ് ഒന്ന് നല്ലപോലെ ഇളക്കിയിട്ട് കൊടുക്കുക. ഏതെങ്കിലും ഒരു ഓർഗാനിക് കമ്പോസ്റ്റ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ നഴ്സറി ഷോപ്പുകളിൽ ഓർഗാനിക് കമ്പോസ്റ്റ് നമുക്ക് ലഭിക്കുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ലിക്വിഡ് ഫെർട്ടിലൈസർ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ചെടിക്ക് ചുറ്റും ഫെർട്ടിലൈസേഴ്സ് ഇട്ടതിന് ശേഷം മണ്ണൊന്ന് നെക്കിക്കൂട്ടി ഇടുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നില്ല. കാരണം മറ്റൊരു വീഡിയോയിൽ പീസ് ലില്ലിയുടെ പ്രൊപ്പഗേഷനും നമ്മൾ ഈ ചെടിയിൽ ഫേസ് ചെയ്യുന്ന കുറച്ച് പ്രോബ്ലംസിനുള്ള സൊല്യൂഷനും ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ഗായ്സ്.